പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടി അറിയിക്കുന്നു. എന്റെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളി പ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുന്ന എന്ത് എന്ന് പറഞ്ഞു. യേശു വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. സ്തോത്രം. ഇവിടെ നോക്കുക, നമ്മൾ കാണുവാൻ കഴിയും, യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് പറയുകയാണ്, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. താൻ ഏറെ സ്നേഹിക്കുന്ന തന്റെ മകൾ അല്ലേലിയ രോഗസൗഖ്യത്തിന് വേണ്ടി യേശുവിന്റെ അടുക്കൽ എത്തിയ യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണി, യേശു അവന്റെ അപേക്ഷ കേട്ടിട്ട് അവനോടൊപ്പം യാത്ര തിരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. വലിയ പ്രതീക്ഷയോടെ യാത്ര തിരിച്ച യായിറോസ് യേശുവിനെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ അപ്രതീക്ഷിതമായ കാര്യങ്ങളെല്ലാം ഇനി തകിടം മറിയുവാനിടയായി. യേശുവിനെ അല്ലെങ്കിൽ കുഞ്ഞിന്റെ വിടുതലിന് വേണ്ടി കുഞ്ഞ് മരിച്ചുപോയി, കുഞ്ഞിന് രോഗസൗഖ്യമായി കിടക്കുകയാണ്. അപ്പം ഈ പിതാവ് എപ്പോഴാണ് ഇവിടെ വന്നത്? ഈ കുഞ്ഞിന് രോഗമായി കിടക്കുമ്പോഴാണ് വന്നത്. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമുക്ക് പള്ളിപ്രമാണിയാണ് അല്ലെ, പള്ളിയിലെ പ്രമാണിയായി നിൽക്കുന്ന വ്യക്തി അവിടെ ആ പള്ളിപ്രമാണി ചെന്നത് പുരോഹിതന്റെ അടുക്കലേക്കല്ല, പകരം ഈ യായിറോസ് കേട്ടിട്ടുണ്ടെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള വിടുതലും യേശു അനേകരെ സൗഖ്യമാക്കുന്നൊക്കെ കേട്ടിട്ട് ഈ പള്ളിപ്രമാണിയായ യായിറോസ് പള്ളിക്കകത്തേക്കല്ല പോയത്, പകരം യേശുവിന്റെ അടുക്കലേക്കാ പോയത്. യേശുവിന്റെ അടുക്കലേക്ക് പോയിട്ട് യേശുവിനോട് കാര്യം പറയുകയാണ്, എന്റെ കുഞ്ഞ് രോഗത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നു, അവൾക്കൊരു സൗഖ്യം വേണം എന്ന് പറയുമ്പോൾ യേശു ഹല്ലേലൂയ യായിറോസിനൊപ്പം തന്റെ ഭവനത്തിലേക്ക് നടക്കുന്ന വഴിയിൽ പെട്ടെന്ന് ഹല്ലേലൂയ ഈ കാര്യം യേശു കുഞ്ഞിന്റെ വിടുതലിന് വേണ്ടി, അതിന്റെ ജീവന്റെ ഹല്ലേലൂയ വിടുതലിന് വേണ്ടി, അതിന്റെ രോഗ സൗഖ്യത്തിന് വേണ്ടി കർത്താവ് ഈ യായിറോസിന്റെ ഭവനത്തിലൂടെ പോകുന്ന വഴി പെട്ടെന്ന് ഹല്ലേലൂയ അവരുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് പറയുകയാണ്, കുഞ്ഞ് മരിച്ചു. യായിറോസിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. അത് യേശു എന്റെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ആ കുഞ്ഞിനെ തൊട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞിനെ ഒന്ന് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെ യേശു വീട്ടിൽ വരുമ്പോ എന്റെ കുഞ്ഞിന് സൗഖ്യമുണ്ടെന്നൊരു ഒരു പ്രതീക്ഷ യായിറോസിന്. എന്നാൽ പ്രതീക്ഷകൾക്ക് തകിടം മറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ വീട്ടിൽ നിന്ന് വാർത്ത വരികയാണ്, തന്നെ വേദനിപ്പിക്കാൻ തകർത്തു കളയുന്ന തന്റെ കുഞ്ഞ്, തന്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, തന്നേറെ സ്നേഹിക്കുന്ന തന്റെ കുഞ്ഞ് മരിച്ചുപോയി എന്ന വാർത്ത വീട്ടിൽ നിന്ന് ആൾ വന്നെന്തിയ പറയണം. എല്ലാ പ്രതീക്ഷയും മറ്റു തകർന്നു നിൽക്കുന്ന ആ മനുഷ്യനോട് യേശു ശാന്തമായി പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന്. ഇന്ന് എല്ലാ പ്രതീക്ഷയും യായിറോസിന്റെ പോയി, കാരണം തന്റെ കുഞ്ഞ് മരിച്ചു. പ്രതീക്ഷകളില്ലാത്തിരുന്ന തകർച്ചയോടെ ഇരുന്ന, വളരെ വേദനയോടെ, തന്റെ ഹൃദയത്തിന്റെ പ്രാണവേദനയോടിരുന്ന ആ മനുഷ്യനോട് യേശു ഹൃദ്യമായി പറയുകയാണ്, ഹല്ലേലൂയ ഹല്ലേലൂയ, നീ വിശ്വസിക്കുക, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യും. നമുക്ക് പ്രിയപ്പെട്ടവരെ, വിഷമത്തോടിരിക്കുന്ന, ഭാരത്തോടിരിക്കുന്ന ഹല്ലേലൂയ ആ യായിറോസിനോട് പറഞ്ഞതുപോലെ കർത്താവ് നമ്മോട് പറയുകയാണ്, പ്രതീക്ഷയില്ലാത്ത ഹല്ലേലൂയ ഹല്ലേലൂയ വിഷയങ്ങളുമായി ഹല്ലേലൂയ ഇനി നടക്കത്തില്ല, ഇനി ഇതിലൊരു സാധ്യതയില്ലെന്ന് പറഞ്ഞ വിഷയത്തിന് വേണ്ടി ഹല്ലേലൂയ നിങ്ങൾ അനേകം നാളുകൾ പ്രാർത്ഥിക്കുകയും അനേകം നാൾ കൊണ്ട് കണ്ണുനീര് പൊഴിക്കുകയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് വിടുതൽ കിട്ടുന്ന പ്രത്യാശ ഉണ്ടായിട്ടും അതിന് ലഭിക്കാതിരുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ആ വിഷയം നിങ്ങളുടെ കൈപ്പിടിന്ന് അകന്നു പോകുമ്പോൾ കർത്താവ് പറയാം, എല്ലാ പ്രതീക്ഷയും അകറ്റി നിൽക്കുകയാണോ? അല്ലെങ്കിൽ യേശു പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, ഭയപ്പെടേണ്ട എന്ന്. ജീവന്റെ നായകനായ സകലത്തെ മടക്കി നൽകുവാൻ ഒരു വാക്കുകൊണ്ട് ഭൂമിയെ വിളിച്ചു വരുത്തി ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് പറയാം. സുവിശേഷത്തിന്റെ കാതലായത് എന്താ? ഇതാണ് പ്രിയപ്പെട്ടവരെ, സ്തോത്രം, വിശ്വസിക്കുക എന്നുള്ളത്. പാപത്തിലും മരണഭയത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യനോട് യേശു പറയുന്ന ഒരു കാര്യം, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, പലവിധമാകുന്ന ഭയങ്ങൾക്ക് ഇന്ന് അടിമകളാണ്. നാളത്തെ ഇന്നത്തെ ഭയമാണ് ജീവിതത്തിൽ ചിലരെ മരണത്തിലേക്ക്
അമ്മേ നമ്മെ കടത്തി വരുന്നത്. അമ്മേ സ്തോത്രം. അല്ല ഇവിടെ യായിറോസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ തന്റെ ഏക കുഞ്ഞെ തനിക്ക് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയതിന്റെ വേദനയിലും ഭാരത്തിലുമായിരിക്കുമ്പോൾ യേശു അല്ലെങ്കിൽ തന്റെ കുഞ്ഞിനെ അമ്മ നമുക്ക് പിന്നെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. തന്റെ ഭവനത്തിലേക്ക് വന്ന അമ്മ മരിച്ചുപോയ കുഞ്ഞിനെ ഹല്ലേലൂയ കർത്താവ് എന്തിയാ സൗഖ്യമാകും. നമുക്ക് അതിന്റെ 37 വാക്യം നമുക്കാണ്. പത്രോസ് യാക്കോബും അമ്മ യാക്കോബിന്റെ സഹന യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോട് ചെല്ലുവാൻ സമ്മതിച്ചില്ല. നോക്കുക, ഈ യായിറോസിന്റെ ഭവനത്തിലേക്ക് മരിച്ചുപോയെന്ന അമ്മ മറ്റുള്ളവർ വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഭവനത്തിൽ നിന്ന് വന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ യേശു ഹല്ലേലൂയ ആ കുഞ്ഞിനെ വിടുവാൻ മനസ്സിലായിരുന്നു. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അമ്മ പള്ളിപ്രമാണം വിട്ടു ആരവത്തെയും വളരെ കരഞ്ഞും വിലപിച്ചു കൊണ്ടിരിക്കുന്നവരെ കണ്ടു. അമ്മ യേശു എന്റെ ഈ കുഞ്ഞ് കിടക്കുന്ന മരിച്ചയുടെ കുഞ്ഞിന്റെ റൂമിലേക്ക് കടന്നു. ആമീൻ. എന്നിട്ട് ദൈവം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനായി ഭയങ്കര ശബ്ദം വെച്ച് കരഞ്ഞിട്ട് എന്തിനായിരിക്കുന്നത്? കുഞ്ഞ് മരിച്ചിട്ടില്ല, ഉറങ്ങുക അത്രയെന്ന് പറഞ്ഞത്. സ്തോത്രം. അപ്പൊ യേശുവിനെ എന്ത് എല്ലാരും പരിഹസിച്ചു. ഹല്ലേലൂയ. ഇവിടെ എല്ലാരെയും പുറത്താക്കിയിട്ട് യേശു അമ്മ കുഞ്ഞിന്റെ അരികിൽ ചെന്നിട്ട് ഹല്ലേലൂയ ബാലെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞില്ല. അമ്മേ അവിടെ കൈക്ക് പിടിച്ച് അമ്മ ബാലെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു, നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന അർത്ഥമുള്ള ഫദ്ദിര കൂമി എന്ന് അവളോട് പറയും. ഉടനെ ബാല എഴുന്നേറ്റു. സ്തോത്രം. അമ്മേ അവൾക്ക് 12 വയസ്സായിരുന്നു. അവൾ അത്യന്തം സന്തോഷിച്ചു. ഇതാര് മാറിയ എന്തിയാ അവരോട് കൽപ്പിച്ചു. നോക്ക്, യേശു ചെയ്ത വലിയൊരു അത്ഭുതമാണ് അവിടെ കാണുന്നത്. യായിറോസിന്റെ കുഞ്ഞിനെ എന്ത് ചെയ്യാം അമ്മേ ഹല്ലേലൂയ യേശു ഉയർപ്പിച്ചു. സൗഖ്യമായി ഈ യായിറോസ് എന്തിനാ വീട്ടിലേക്ക് വന്നത്? ഈ കുഞ്ഞിന്റെ സൗഖ്യത്തിന്. പക്ഷെ എന്നാൽ അവള് മരിച്ചുപോയെന്ന് കേൾക്കുമ്പോ അമ്മ യായിറോസിന്റെ എല്ലാം പ്രത്യാശയും അവ അവസാനിച്ചു. പക്ഷെ എന്നാൽ അല്ലേ യേശു ആ കാര്യത്തെ വിട്ടുകളയാതെ, മനുഷ്യരാണ് എന്ത് ചെയ്യാ നമ്മളെ ഒരു വിഷയങ്ങൾക്ക് വേണ്ടി നടക്കുന്ന അറിയുമ്പോൾ എന്ത് വിട്ടു. പക്ഷെ എന്നാൽ എന്ത് ചെയ്യാ യേശു ആ വിഷയത്തിന് എന്ത് ചെയ്യാ വിടാതെ ഹല്ലേലൂയ അതിനൊരു പ്രതിക്രിയ നൽകി ദൈവം വിടുവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പലവിധമാകുന്ന പരീക്ഷകളാ തകർന്നിരിക്കുന്ന നിങ്ങൾ അടുത്ത ചുവട് എങ്ങനെ വെക്കണം എന്നറിയാൻ കുഴയുന്നുവോ, മുങ്ങിപ്പോകുന്നെന്ന് തോന്നുന്നുവോ? ഹല്ലേലൂയ. എന്നാൽ യേശു പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അരികിലുണ്ട്. അമ്മ യേശുവിനെ വിശ്വസിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ ഭയത്തെ പുറത്താക്കുക. നമുക്ക് യായിറോസിന്റെ കുഞ്ഞിനെ വിടുവിച്ച ദൈവം നിങ്ങളെ വിടുവിക്കാൻ ശക്തനാണ്. നിങ്ങളുടെ ഏത് വിഷയങ്ങളാണെങ്കിലും, നിങ്ങളുടെ കണ്ണുനീരിന്റെ ഏത് അവസ്ഥകളാണെങ്കിലും, നിങ്ങളെ ഞെരുക്കുന്ന ഏത് വിഷയങ്ങളാണ്, ഹല്ലേലൂയ കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, അമ്മ നിങ്ങളെ മറ്റുള്ള മുമ്പിൽ ആശ്ചര്യമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഹല്ലേലൂയ അമ്മ ആശ്ചര്യമാക്കി തീർക്കും നമ്മുടെ കർത്താവ്. അമ്മ ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ സഹായിക്കട്ടെ. അമ്മേ.